ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുകയാണ്. 3-ാം അധ്യായത്തിൽ നമ്മൾ ദൈവമക്കളാകുന്നുവെന്നും ദൈവമക്കളായതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ആ ദൈവത്തിന് ഹിതപ്രകാരമുള്ള ജീവിതം നയിക്കണമെന്നുള്ള വളരെ ശക്തമായ ഒരു ആഹ്വാനമാണ് യോഹന്നാൻ ശ്ലീഹ നൽകുന്നത്. യോഹന്നാൻ ശ്ലീഹയെ തന്നെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം തൻ്റെ ലേഖനങ്ങളിലൊക്കെ കൂടുതലും താൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചതായ ആ സ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് ഇത് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കം സ്നേഹമായിരുന്നുവെന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആദ്യത്തെ 4 കൽപ്പന ദൈവത്തോടുള്ള സ്നേഹമാണെങ്കിൽ അവസാനത്തെ 6 കൽപ്പന മനുഷ്യനോടുള്ള സ്നേഹമാണ്. ഈ 2 സ്നേഹമാണ് സ്വർഗരാജ്യ പ്രവേശനം നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത്. ഒന്നാമത് നമ്മൾ ദൈവമക്കളായി തീർന്ന കാര്യത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ നമ്മെ പുത്രന്മാരെന്ന് വിളിക്കുന്നു, അപ്രകാരം നമ്മൾ ആകുകയും ചെയ്തിരിക്കുന്നു. അപ്പം ദൈവം എൻ്റെയും നിങ്ങളുടെയൊക്കെ പിതാവെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നതിനാൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കത്തക്കവണ്ണമുള്ള അവകാശമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് സ്നാനത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ്. സ്വാഭാവികമായി നമ്മുടെ മാതാപിതാക്കളിൽ നമ്മൾ ജനിക്കുന്നു. പിന്നീട് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടുമുള്ള വീണ്ടും ജനനം അഥവാ സ്നാനം അഥവാ മാമോദീസ നമ്മൾ സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ ദൈവത്തിൻ്റെ മക്കളാവുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമ്മിലുണ്ടാവേണ്ടത്. അപ്പം അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നീതിയായിട്ടുള്ളത് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാകണം. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൽ നിന്നുള്ളവരെന്ന് പറയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ അവനിൽ ദൈവത്തിൻ്റെ വിത്ത് വിശ്വാസിയെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവൻ ദൈവത്തിൻ്റെ പുത്രനാകുന്നത്. ഇത്ര മഹത്തായ ഈ പദവിയെ അഥവാ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുക എന്നുള്ളത് അവനിൽ വസിക്കുക മുതലായ വിശേഷങ്ങൾ കൊണ്ട് യോഹന്നാൻ ശ്ലീഹ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നാം വിശ്വാസികളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രരാണ്, പുത്രന്മാരും പുത്രിമാരുമാണ്. അങ്ങനെ വീണ്ടും ജനിച്ച് നമുക്ക് നമ്മുടെ ശ്രേഷ്ഠത 2 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ആ മക്കൾക്കുള്ള മഹനീയതകളെക്കുറിച്ചാണ് ഇനി യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. 1, കർത്താവ് രണ്ടാമത് വരുമ്പോൾ അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ്റെ സാദൃശ്യത്തിൽ നാം ആയിത്തീരും. 2, കർത്താവിൻ്റെ മഹത്വത്തിൽ അവൻ നമ്മെ കാണും. 3, അവനിൽ വസിക്കുന്നവൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല, അവന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. 5 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അതിനൊരു സുപ്രധാന കാരണം നമുക്ക് കാണാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കർത്താവിനെ കാണും എന്ന പ്രത്യാശയുള്ളവൻ, ആ വിശ്വാസമുള്ളവൻ എല്ലായ്പ്പോഴും തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വിശ്വാസിയാണെങ്കിലും സ്വന്തം മഹിമ നമ്മൾ ആ ദൈവത്തിനുള്ള പുത്രത്തെ വിസ്മരിച്ചുകൊണ്ട് മാനുഷികമായ സ്വന്തം മഹിമയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ ദൈവത്തെ കാണുകയോ അറിയുകയോ നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ് ശ്ലീഹ പറയുന്നത്. അപ്പം എന്തിനാണ് ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തത്? പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാനാണ്. അങ്ങനെയെങ്കിൽ നമ്മളും ചെയ്യേണ്ടത് യേശു തുടങ്ങി വെച്ചത് തുടരണം. അതാണ് കർത്താവ് സ്ത്രീഹന്മാരോട് പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. പൈശാചിക പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്ത് ദൈവികമായ തേജസ്സിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ നടന്നതുപോലെ നമുക്കും ഈ ഭൂമിയിൽ പൈശാചിക പ്രകോപനങ്ങളുണ്ട്. കാരണം ജഡം, ലോകം, പിശാചികം 3 പോരാട്ട സഭയിൽ നമ്മൾ ജീവിക്കുന്നവരാണല്ലോ.
അപ്പം അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ ദൈവപുത്രരെന്ന് ആ അവകാശം നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് വിശ്വാസികൾ ഒരിക്കലും വേദവിപരീതകളുടെ വഞ്ചനയിൽ പങ്കാളികളാകാൻ പാടില്ല. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹാ പറയുന്നു, നീതി പ്രവർത്തിക്കാത്തവനും സഹോദര സ്നേഹമില്ലാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പം ദൈവത്തിൽ നിന്നുള്ളവൻ്റെ രണ്ട് സ്വഭാവ മഹിമയാണ്. ഒന്ന്, അവൻ എപ്പോഴും നീതിയെക്കുറിച്ച് ചിന്തിക്കുകയും നീതി പറയുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ട്, തന്നെ പോലെ സഹോദരനെ സ്നേഹിക്കും. ഇത് രണ്ടും ദൈവത്തോടുള്ള ബന്ധവും മനുഷ്യനുള്ള ബന്ധവുമാണ്, നമുക്കറിയാമല്ലോ. അത് വളരെ ഓരോ വാക്യങ്ങൾ വളരെ ശക്തമായി നമ്മളെ സൂക്ഷിച്ച് നമ്മൾ വായിച്ച് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് യോഹന്നാൻ ശ്ലീഹാ പറയുന്നത് വ്യക്തമാവുകയുള്ളൂ. ഇനി അതിൻ്റെ 11 മുതൽ ഉള്ള വാക്യങ്ങൾ, 18 വാക്യങ്ങൾ പരസ്പര സ്നേഹത്തെക്കുറിച്ചാണ് യോഹന്നാൻ ശ്ലീഹാ ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ സഹോദര സ്നേഹത്തോടുകൂടി ജീവിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കായനെ പോലെയാവും. കായൻ സഹോദരനെ സ്നേഹിക്കേണ്ടവനായിരുന്നു, അനുജനെ സ്നേഹിക്കേണ്ടവൻ. അവനോടുള്ള അസൂയ മുഖാന്തരം അവൻ്റെ യാഗത്തെ ദൈവം സ്വീകരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് അവനെ കൊന്നവനാണ്. അപ്പം സഹോദര സ്നേഹമില്ലാത്തവൻ കായന് തുല്യനാണ്. നമ്മളോ? എന്നാൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവനോ അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നവനാണ്. അപ്പം സഹോദരനെ സ്നേഹിക്കാൻ സാധിക്കാത്തവൻ അവൻ കൊലപാതകനാണെന്ന് യോഹന്നാൻ ശ്ലീഹാ ഇവിടെ പറയുന്നു. എനിവൺ ഹു ഹേറ്റ്സ് ഹിസ് ബ്രദർ ഈസ് മർഡറർ. അപ്പോൾ നമ്മൾ നോക്കുക, നമുക്കൊരാളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കൊലപാതകയാണ്. പഴയ നിയമത്തിൽ ഒരാളുടെ ജീവൻ എടുത്തെങ്കിൽ മാത്രമേ അത് കൊലപാതകമാവുകയുള്ളായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം മത്തായി 5:21 മുതൽ നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ പഠിച്ചതാണ്. കർത്താവ് പറഞ്ഞു, അതായത് കോപിക്കുന്നവൻ കൊലപാതകനും മോഹിക്കുന്നവൻ വ്യഭിചാരിയുമാണെന്ന് പറഞ്ഞു. പുതിയ നിയമപ്രകാരം ഒരു കർമ്മം ഇത് നടക്കണമെന്നില്ല, നടക്കാൻ മനസ്സിൽ നിരൂപിച്ചാലും ആ പ്രവൃത്തി ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ടാണ് വെറുക്കുന്നവൻ കൊലപാതകനാണെന്ന് കർത്താവിടെ പറയാനുള്ള കാരണം. ഇനി പിന്നെ പറയുന്നു, നമുക്ക് സഹോദരനെ സഹായിക്കുവാൻ അവസരമുണ്ടായിട്ടും അതിനുള്ളതായ സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ആരോഗ്യസ്ഥിതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം നമുക്കുണ്ടായിട്ടും നമ്മളവരെ സഹായിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ളവരല്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ മലയാള കവിമാർ പാടിയൊരു പാട്ട് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവന് അദൃശ്യൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അപ്പം കർത്താവിനെ പറഞ്ഞ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനാവില്ല. അപ്പം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, നമ്മൾ വീണ്ടും ജനിച്ച ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ശക്തമായി ഇടപെട്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വെറുതെ നമുക്കൊരാളെ അങ്ങ് സ്നേഹിക്കാനൊന്നും ഒരിക്കലും ആവില്ല. അപ്പം ദൈവാത്മാവ് നമ്മിൽ വസിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. വേദപുസ്തക വായനയുടെയും ഒക്കെ ആത്യന്തിക ലക്ഷ്യം അതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുക എന്നുള്ളതാണ്. അതില്ല എങ്കിൽ നമ്മൾ പിന്നെ എന്ത് വായിച്ചിട്ടും എന്ത് പറഞ്ഞിട്ടും എന്ത് പ്രസംഗിച്ചിട്ടും ഒന്നും യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ എപ്പോഴും ആയൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. ആ സഹോദരനോടുള്ള സ്നേഹം പ്രകടമാക്കേണ്ടത് വാക്കിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ്. വാക്കിലൂടെ നമുക്ക് സ്നേഹം പ്രകടമാക്കാൻ സാധിച്ചേക്കാം, പക്ഷേ ദൈവം നോക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ന്യായവിധിയുടെ മാനദണ്ഡം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. കർത്താവ് പറഞ്ഞു, അന്ത്യനാളിൽ അവൻ തേജസ്സോടെ മഹിമയോടെ വരും, സിംഹാസനത്തിലിരിക്കും, ഭൂമിയിലുള്ള സകല ജാതികളെയും തൻ്റെ മുമ്പിൽ കൂട്ടിവരുത്തും. ഇടയൻ ആടുകളെ വേർതിരിക്കുന്ന പോലെ ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. വലത്തുള്ളവരോട് പറയും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സ്വർഗരാജ്യം നിങ്ങൾ പ്രാപിക്കുവിൻ. കാരണം എനിക്ക് വിശന്നു ദാഹിച്ചു,
അന്നത്തെ കാലത്ത് മനുഷ്യജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും കർത്താവ് പറഞ്ഞു, ആ സമയത്ത് നിങ്ങൾ എന്നെ കണ്ടു, എന്നെ സഹായിച്ചു. അവർ പറഞ്ഞു, കർത്താവേ, നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, നിങ്ങളിൽ എളിയവന് ചെയ്തതൊക്കെ എനിക്ക് ചെയ്തു. ന്യായവിധിയുടെ മാനദണ്ഡമായി കർത്താവ് പറഞ്ഞത് അത് തന്നെയാണെന്ന് നമുക്കറിയാം. ഇനി 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവർ അവരെന്ത് ചെയ്യണം? അവരുടെ ഹൃദയത്തെ അവർ എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. ആ ഹൃദയത്തെ ദൈവവിശ്വാസത്തിൽ അവർ ശക്തിപ്പെടുത്തണം. അപ്പം നമ്മുടെ ഹൃദയം തന്നെ, അഥവാ നമ്മുടെ മനസ്സാക്ഷി തന്നെ നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ ദൈവം എത്രയധികമായി നമ്മളെ കുറ്റപ്പെടുത്തും? ആകയാൽ സ്വന്തം മനസ്സാക്ഷി കുറ്റപ്പെടുത്താത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു ഹീന പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സാക്ഷി തന്നെ നമ്മൾ പറയുന്നത് ഇത് തെറ്റാണ്, പാടില്ലാത്തതാണ്. പിന്നെ ഒരിക്കലും നമ്മളിത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ അത് പ്രബോധിപ്പിക്കുന്നത്. നീ ഇത് ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ അതിന് വിധേയമായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പം നമ്മുടെ മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, നമ്മുടെ ഹൃദയം ഇത് നിർമ്മലമാണെങ്കിൽ ദൈവസന്നദ്ധിയിൽ നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാൻ സാധിക്കും. അതിനുള്ള മനോധൈര്യം നമുക്കുണ്ടാകും. അതാണ് 21-ാം വാക്യത്തിൽ പറഞ്ഞത്. 22-ാം വാക്യത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുവാൻ, അഥവാ ഫലപ്രദമായ പ്രാർത്ഥനകൾക്കുള്ള 2 വ്യവസ്ഥകൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം. 2, ദൈവഹിതാനുസരണമുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. യേശു തമ്പുരാൻ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യേശു പിതാവുമായുള്ള ബന്ധത്തിൽ ഇത് നിലനിന്നത് പിതാവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാണ്. അതുപോലെ യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. യേശു ഒറ്റ കൽപ്പന നമുക്ക് തന്നിട്ടുള്ളൂ, പുതിയൊരു കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. ആ സ്നേഹമെന്ന ഒരു വലിയ വികാരം, അത് മാത്രമാണ് ലോകത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളതും ഒരിക്കലും നശിച്ചു പോകാത്തതും. അതുകൊണ്ട് പൗലോസ്ലീഹ അതിനു മുമ്പ് കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, എല്ലാ വരങ്ങളും നീങ്ങിപ്പോവും, അല്ലെങ്കിൽ നിന്നുപോകും. ഭാഷാവരം നിന്നുപോകും, ജ്ഞാനം നീങ്ങിപ്പോവും, പ്രവചനവരം നിന്നുപോകും, ഇതെല്ലാം പോകും. പക്ഷെ ഒരിക്കലും നഷ്ടപ്പെടാതെ എന്നും നിലനിൽക്കുന്ന ഒരൊറ്റ വരം മാത്രമേ ഉള്ളൂ, അത് സ്നേഹമാണ്. ആ സ്നേഹം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവാത്മാവ് നമ്മൾ, യഥാർത്ഥ സ്നേഹമായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ മാത്രം നിയന്ത്രിക്കപ്പെടുവാൻ സഹായിക്കണമെന്ന് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. ആ വലിയ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ഓരോ വാക്യങ്ങളും വായിക്കുവാനും യോഹന്നാൻ ശ്ലീഹായുടെ ഈ ശക്തമായ പ്രബോധനത്തെ ഉൾക്കൊള്ളുവാൻ നമുക്കിടയായിത്തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.